ഹായ് ഗൈസ്, വെൽക്കം. ഞാൻ നിങ്ങളുടെ കോച്ച്. ഇതാണ് എൻ്റെ അപ്പനറിയാതെ ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയ വണ്ടി. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെയും അവസാനത്തെയും ഗവൺമെന്റ് ഇരുന്ന വണ്ടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ബോഡി പാർട്സും കാണുമ്പോൾ എനിക്ക് പലതും തോന്നാറുണ്ട്. അതായത് എൻ്റെ ഗൾഫ്രണ്ട്. കുറ്റിക്കാട്ട് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ ഉദയദർശൻ അൺമാരീഡ് ആണ്. ഇപ്പൊ അങ്കിളാണ്. നിങ്ങളാവാൻ താല്പര്യമുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. പ്രമുഖ നടിക്കെതിരെ അശ്ലീലം പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിസിനസ്മാനുമായ കോച്ചയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് കോച്ചയുടെ തത്സമയ പ്രതികരണത്തിലേക്ക് പോകാം. കോച്ചേ സാർ ഒരു പ്രമുഖ നടി താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പേരിൽ. പ്രമുഖ നടി? ആ സാർ. ഞാൻ സ്ത്രീകളെ അങ്ങനെ അപമാനിക്കാറില്ല, അവരെ ബഹുമാനിക്കാറേ ഉള്ളൂ. സാർ ഇതിപ്പോ അമ്പൻ കേസായിരിക്കാണ്. അവരിപ്പോ പോലീസുകാരെന്ന് അറിയിക്കുന്നത് സാറിനെ അറസ്റ്റ് ചെയ്യിക്കുന്നതാണ്. അത് പ്രമോഷൻ. അപ്പൊ സാർ ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻ ചെയ്യാറുണ്ടല്ലേ? അത് പ്രമോഷനാടോ സാർ എനിക്ക് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ പോവാണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ ഉത്തരം അപ്പൊ നമുക്ക് ഈ വിഷയവുമായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രമുഖ നടനും ഡയറക്ടറുമായ ധൻരാജ് കുമാറിലേക്ക് പോകാം. ധൻരാജ്, കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? ഇത്തരമുള്ള അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ നമ്മുടെ പുരുഷ സമൂഹത്തിന് എത്ര ലജ്ജാവഹമായ കാര്യമാണ് കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പടം ഇറങ്ങിയാണ്, അവന്റെയൊക്കെ മോന്ത പിടിച്ച്, അതായത് കോച്ചയുടെ മോന്ത പിടിച്ച് നിലത്തോടെ ഒഴിക്കണം. എന്റെ പടം റിലീസാണ് അരമണിക്കൂറിൽ ആദ്യ രാത്രി. അപ്പൊ എല്ലാവരും അപ്പൊ ഇതാണ് എനിക്ക് പ്രതികരിക്കാനുള്ളൂ. അപ്പൊ പടം എല്ലാവരും കാണുക, അടുത്ത ആഴ്ച ഇറങ്ങുന്നതാണ്. താങ്കൾക്കെതിരെ ഇതൊരു ആരോപണം ഒരു പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നു. താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് ധൻരാജ്? ധൻരാജ് കംപ്ലീറ്റ്ലി ഫേക്കായ കാര്യങ്ങളാണ് നിങ്ങളിപ്പോ പറയുന്നത്. എന്റെ ഫസ്റ്റ് നൈറ്റ് കോളാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഫേക്കാണ്. ലൈൻ കട്ട്. അതെ, ഇത് ഞങ്ങള് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങള് പാർട്ട്നേഴ്സ് ആണ്. സാർ ഒരു മിനിറ്റ് സാറേ, ഇത് എന്റെ ബിസിനസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ വർക്കാണ്. ഇത് ഒരു ബിസിനസ് ആകുമ്പോ അട്രാക്ഷൻ ഉണ്ടാവും സാറ്, ഡിസ്ട്രാക്ഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് നല്ല പ്രശ്നങ്ങളാണ്. അതാണ് ഇത് കരുതി കൂട്ടിയിട്ടുള്ള